മന്നാടിയാർ തന്നെയല്ലേ ചോദിക്കുന്നതെന്ന് ഭയം വേണ്ട. നിശ്ചയിച്ച കല്യാണത്തെക്കുറിച്ചുള്ള പരിഭ്രമവും വേണ്ട. എനിക്കറിയേണ്ടത് സത്യം. ഇവൻ പറയുന്നത് വാസ്തവാണോ? കണ്ട എരപ്പാളികൾ എന്തെങ്കിലും പറഞ്ഞെന്ന് വെച്ച് കുഞ്ഞിക്കണ്ണനോട് ഞാൻ ചോദിച്ചില്ല. ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. തുറന്നു പറഞ്ഞോളൂ. ഭദ്രേട്ടൻ പറഞ്ഞത് സത്യമാണ്. കുട്ടിയുടെ സമ്മതം കൂടാതെയാണോ ഈ വിവാഹം നിശ്ചയിച്ചത്? അതെ. നിന്നെ ഞാൻ കൊല്ലുപിടി. തൊട്ടുപോരുതവളെ. ഞാൻ പലവട്ടം ചോദിച്ചപ്പോഴൊക്കെ നിങ്ങൾ പറഞ്ഞു മോൾക്ക് പൂർണ്ണ സമ്മതാണെന്ന്. കേട്ടല്ലോ മോളുടെ സമ്മതം. അന്തസ്സുള്ള ഒരു തൊഴിലുമായിട്ട് വന്നാൽ വിവാഹക്കാരി ആലോചിക്കാമെന്ന് മുമ്പൊരിക്കൽ നിങ്ങൾ അവനോട് പറഞ്ഞിരുന്നോ? അന്ന് തോന്നിയത് പലതും ഞാൻ പറഞ്ഞു കാണും. എന്ന് വെച്ച് കണ്ട തെണ്ടിയുടെ കൂടെ ഒന്നും പറഞ്ഞേക്കാൻ ഞാൻ തയ്യാറല്ല. ഇവനോടൊപ്പം താമസിക്കാൻ നീ തയ്യാറാണോ? തയ്യാറാണ്. എന്റെ കൊക്കിൽ ജീവനുള്ള കാലം അത് നടക്കില്ലടി. നടക്കും. അവരൊരുമിച്ച് ജീവിക്കുകയും ചെയ്യും. മന്നാടിയാരെ, നിങ്ങളോട് എനിക്ക് ഭക്തിയും ബഹുമാനവും ഒക്കെ ഉണ്ട്. എന്ന് വെച്ച് ഞാൻ നിങ്ങളുടെ അടിമയൊന്നുമല്ല. നിങ്ങളുടെ അനിയനെ ഇവിടെ വേണ്ടെങ്കിൽ വേണ്ട. എന്റെ മോള് ആരുടെ കൂടെ വിടണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. കിട്ടാക്കടത്തിന് പകരം കണ്ട ചാളയിൽ നിന്നും മേലുവിലാസമില്ലാത്ത പെണ്ണിനെ നിങ്ങൾ ഇറക്കിക്കൊണ്ടുവന്നു. കുഞ്ഞക്കണ്ണ, കിട്ടാക്കടത്തിന് പകരമാണ് ഞാൻ അവളെ ഇറക്കിക്കൊണ്ടുവന്നതെങ്കിൽ തന്റെ അടക്കം ഈ ഗ്രാമത്തിലുള്ള പലരുടെയും പെൺമക്കൾ എന്റെ കിടപ്പറയിൽ ഉണ്ടാകുമായിരുന്നു. അറിയോ എനിക്ക്? ഇഷ്ടപ്പെട്ട പെണ്ണിന്റെ കഴുത്തിൽ മന്നാടിയാർ താലി കെട്ടിയത് അവളുടെയും അവളുടെ ഉറ്റവരുടെയും സമ്മതത്തോടുകൂടിയായിരുന്നു. എനിക്കൊരു തെറ്റുപറ്റി. ഈ വിവാഹത്തിൽ ഞാൻ അല്പം ധൃതി കാണിച്ചു. എനിക്ക് ആ തെറ്റി തിരുത്തണം. ഇവൻ എന്ത് കുറവുണ്ടെങ്കിലും അത് ഞാൻ നികത്തും. അത് താൻ അംഗീകരിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി, ഇവരുടെ വിവാഹം നടക്കും. നീ കൊതിച്ചതൊക്കെ നിനക്ക് സ്വന്തമാക്കി തരാൻ ഈ ഏട്ടന് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നീ ആഗ്രഹിച്ച പെൺകുട്ടിയുടെ കാര്യത്തിൽ മാത്രം ഞാൻ കാരണം നിന്റെ വിവാഹം മുടങ്ങി. എന്താ ഏട്ടാ, തെറ്റുപറ്റിയത് എനിക്കല്ലേ? അവളുടെ മനസ്സറിയാതെ ഞാൻ മോഹിച്ചു. ഭദ്രം വന്നപ്പോ ഏട്ടന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഇതൊക്കെ സംഭവിക്കൂ. അന്യരുടെ മോഹങ്ങളെ തല്ലിക്കെടുത്തിട്ട് വേണോ മന്നാടിയാർ കുടുംബത്തിലൊരു കല്യാണം? അതല്ലല്ലോ ഏട്ടാ നമ്മുടെയൊക്കെ പൈതൃകം. വീരസിംഹ മന്നാടിയാർ. ഏട്ടൻ സന്തോഷായി. അച്ഛൻ വിവാഹത്തിൽ പങ്കെടുത്തില്ല എന്ന് വെച്ച് വിരോധമൊന്നും തോന്നരുത്. അച്ഛന്റെ ദേഷ്യമൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മാറും. കാമാക്ഷി ഒരു തമ്മിയുടെ അനുഗ്രഹം ഉണ്ടാവും. ചേട്ടാ, എന്താ ലണ്ടനിൽ നിന്നുള്ള കത്ത. MBA അഡ്മിഷൻ വീണ്ടും കിട്ടിയെന്നും പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യം ഇംഗ്ലണ്ടിൽ 3 വർഷത്തെ MBA കോഴ്സിന് പോണെന്ന് പറഞ്ഞപ്പോ ഏട്ടൻ സമ്മതിച്ചില്ല. ഇംഗ്ലണ്ടിൽ ഇക്കാലത്ത് MBAക്ക് ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാല് അതൊരു മഹാഭാഗ്യ. നിന്നെ മടിയിലിരുത്തി
പൊന്നാണയം കൊണ്ട് ഹരിശ്രീ എഴുതിച്ചത് അച്ഛനാ. അന്ന് അച്ഛൻ പറഞ്ഞു വീരന് ദൂരെ പോയി വിദ്യ അഭ്യസിക്കാനുള്ള യോഗം ഉണ്ടെന്ന്. അത് ഞാൻ മറന്നിട്ടില്ല. ഒരു രാത്രിയിലധികം നേരം നിന്നെ പിരിഞ്ഞിരുന്ന ഓർമ്മ എനിക്കില്ല. അതുകൊണ്ടാ അന്ന് നിന്നോട് പോണ്ടെന്ന് പറഞ്ഞതേ. ഒരിക്കൽ കൂടെ വന്ന സൗഭാഗ്യം തട്ടിക്കളയാൻ ഞാൻ ആളല്ല. ഇപ്പോ ഒരു മാറ്റവും നിനക്ക് നല്ലതാ. നിന്റെ ഇഷ്ടം നടക്കും. എന്താ ആലോചിച്ചിരിക്കുന്നത്? ഒന്നുമില്ല. കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു. എന്താ എന്നോട് പറഞ്ഞൂടെ? ഇനി പുതിയൊരു ജോലി തേടണം. അപ്പൊ ഉണ്ടായിരുന്ന ജോലിയോ? ഇനി അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. അതെന്താ? ശരിയാവില്ലെന്ന് പറഞ്ഞില്ലേ? നായിന്റെ മോനെ, ഞങ്ങളെയൊക്കെ വഞ്ചിച്ചിട്ട് നീ ഇവിടെ സുഖിച്ച് ജീവിക്കുകയാണല്ലേ? പ്ലീസ്, ഞാൻ പറയുന്നത് കേൾക്ക്. നീ ഒരു പുല്ലും പറയണ്ടടാ. നിങ്ങൾ എന്തൊക്കെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നീ ഞങ്ങളെ ഒത്തുകൊടുക്കുക. ഏട്ടനോടില്ല. എന്താ എന്തു പറ്റി? വാ. Yeah.